സാർ നമസ്കാരം. നമസ്കാരം. അമ്പലപ്പുഴ MLA ജി സുധാകരൻ വീണ്ടും വാർത്തകളിൽ നിറയുന്നു, വിവാദങ്ങളിൽ നിറയുന്നു. സുധാകരനായിട്ടുണ്ടാക്കുന്ന വിവാദങ്ങളല്ല. അറിയാമല്ലോ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM നിന്നും പുറത്തു വന്ന് CPM മത്സരിച്ച് ഗംഭീര ഭൂരിപക്ഷത്തോടു കൂടി CPM കോട്ടയിൽ ചവിട്ടിയൊതുക്കിയ ഒരു നേതാവെന്ന രീതിയിലാണ് ഇപ്പോൾ സുധാകരൻ അറിയപ്പെടുന്നത്. 13 വയസ്സിൽ പാർട്ടിയിൽ വരികയും പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കുകയും പിന്നീട് അത് സാധാരണ ജനങ്ങളിലേക്ക് പാർട്ടിയെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ വരെ, പാർട്ടി പ്രവർത്തകർക്ക് വരെ ക്ലാസ് എടുക്കാൻ പോകുന്ന രീതിയിലേക്ക് സുധാകരൻ വളരുകയായിരുന്നു. CPM ആദർശമുഖം എന്ന് പറയാവുന്ന ഒരു നേതാവ് പൊതുമരാമത്ത് വകുപ്പ് പോലെ, ദേവസ്വം വകുപ്പ് പോലുള്ള വകുപ്പുകളിൽ മന്ത്രിയായിരുന്നിട്ടും 5 പൈസയുടെ അഴിമതി ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തൊരു നേതാവ്, സംശുദ്ധനായ MLA, ആദർശധീരനായ കമ്മ്യൂണിസ്റ്റുകാരൻ, ഇങ്ങനെ നിരവധി വിശേഷണങ്ങൾ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അത് തലയിൽ വയ്ക്കാൻ പറ്റിയ ഒരു തുപ്പി തന്നെയാണ്. ഇപ്പോൾ CPM പ്രവർത്തകർക്കിടയിൽ നിന്നും സുധാകരനെതിരെ വലിയ രീതിയിലുള്ളൊരു പടയൊരുക്കം നടത്തുന്നു. കാരണം ആദർശത്തിൻ്റെ പേരിലോ ജനസമ്മതിയുടെ പേരിലോ സുധാകരനെ ഒരു കാരണവശാലും വെട്ടിയൊതുക്കി മാറ്റാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവർ സുധാകരൻ്റെ പൊതുപരിപാടികളിൽ വന്ന് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞു വരുന്നത്, അമ്പലപ്പുഴ നീർക്കുന്നം എന്ന് പറയുന്ന ഒരു സ്കൂളിൽ, അതായത് അമ്പലപ്പുഴ വടക്കും ഭാഗത്തുള്ള സ്കൂള്, ജി സുധാകരൻ്റെ മണ്ഡലത്തിൽപ്പെട്ടൊരു സ്കൂള്, അവിടുത്തെ രക്ഷകർത്താ സംഘടനയും ഹെഡ് മാസ്റ്ററും കൂടി സുധാകരനോടൊരു പരാതി പറയുന്നു. സ്കൂൾ വളപ്പിലെ മണ്ണ് അനധികൃതമായി നീക്കിക്കൊണ്ടുപോകുന്ന ചില ആളുകൾ അവിടെ നിന്ന് ലോറി കണക്കിന് വാരിക്കൊണ്ടുപോകുന്നു. ഇതിൽ ഇടപെടണമെന്ന് പറഞ്ഞപ്പോൾ സ്ഥലം MLA എന്ന രീതിയിൽ സുധാകരൻ നീർക്കുന്നം സ്കൂളിലെത്തുന്നു. സ്ഥിതിഗതികൾ കണ്ട് മനസ്സിലാക്കുന്നു. ഉടൻ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചു വരുത്തുന്നു. പഞ്ചായത്ത് സെക്രട്ടറി വന്നതാകട്ടെ, അമ്പലപ്പുഴ വടക്കും ഭാഗത്ത് പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. CPM 9 കൗൺസിലേഴ്സിനെയും കൊണ്ടാണ് അവർ വന്നത്. അവരവിടെ സുധാകരനുമായി ഔദ്യോഗികമായി സംസാരിക്കുന്നതിന് പകരം പഞ്ചായത്ത് സെക്രട്ടറി ഇടപെടുന്നതിലുപരിയായി CPM പഞ്ചായത്ത് പ്രസിഡന്റും മറ്റുള്ള അംഗങ്ങളും സുധാകരനെതിരെ ഗർജിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. സുധാകരൻ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു, നിങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യകത ഈ വിഷയത്തിലില്ല. അപ്പോൾ തിരിച്ച് അവർ പറഞ്ഞത്, പാർട്ടിയിൽ നിന്ന് എല്ലാം നേടിയിട്ട് നിങ്ങൾ പാർട്ടിയെ പിന്തള്ളിപ്പോയില്ലേ എന്നൊക്കെ പറഞ്ഞു. സുധാകരനും സുധാകരൻ്റെതായ ഭാഷയിൽ അതിന് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. 1 ഇഞ്ച് പോലും താൻ തൻ്റെ നിലപാടുകളിൽ നിന്നും പുറകോട്ടില്ല. പാർട്ടിയിൽ കണിശക്കാരനായ, കാർക്കശക്കാരനായ ഒരാൾ തന്നെയാണ് താൻ. തൻ്റെ ഉള്ളിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൻ്റെ ആ തീജ്വാലകൾ തന്നെയാണ് ഉള്ളത് എന്ന് തൻ്റെ പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ഭാഷയിലുമെല്ലാം സുധാകരൻ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ തികഞ്ഞ ഒരു പോരാളി തന്നെയാണ് എന്ന അർത്ഥത്തിൽ സുധാകരൻ മുന്നോട്ട് പോകുമ്പോൾ ഏത് വിധേനയും സുധാകരനെ തീർത്തേ അടങ്ങൂ എന്ന് പറഞ്ഞ് CPM മുന്നോട്ട് വരുന്നു. ഇത്രയും വലിയ ഒരു കൊടിയ വീഴ്ച 2026 തെരഞ്ഞെടുപ്പിൽ ഇത്രയും ദാരുണമായൊരു വീഴ്ച പറ്റിയിട്ടും CPM ഇപ്പോഴും അതിൻ്റെ ജനകീയ സ്വഭാവം വീണ്ടെടുക്കുവാൻ വേണ്ടി ശ്രമിക്കാത്തത് വലിയൊരു അപഹാസ്യകരമായ കാര്യം തന്നെയാണ്. അവിടെയാണ് ജി സുധാകരനെ പോലുള്ള ജനപ്രതിനിധിയെപ്പോലും അംഗീകരിക്കാതെ ഇവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഓരോന്നും വിളിച്ചു പറയുന്നത്. എങ്ങനെയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ നന്ദകുമാർ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? ആദ്യം നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് അവിടെ നടന്ന സംഭവം ഒന്ന് നേരിട്ട് കാണാം. കണ്ട ശേഷം നമുക്ക് സംസാരിക്കാം. കണ്ടല്ലോ, അതായത് ജി സുധാകരൻ എന്ന് പറയുന്ന തലമുതിർന്ന നേതാവിനോട് സംസാരിക്കേണ്ട ഭാഷയിലാണോ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോവാൻ കാരണം? പാർട്ടിയിലുണ്ടായ ജീർണത കാരണമാണ്. പിണറായി വിജയൻ്റെ ഗുണ്ടാ മാഫിയ ബന്ധമുള്ള നേതൃത്വത്തോട് യാതൊരു തരത്തിലും ഞാൻ വിട്ടുവീഴ്ചയെ തയ്യാറില്ല. ഇത് പാർട്ടി എന്ന് പറയുന്നത് സാധാരണക്കാരുടെയും അതേപോലെ കർഷകരുടെയും പട്ടിണി പാവങ്ങളുടേതുമാണ്. പിണറായി വിജയൻ്റെ മാതിരി കരുണാൽ കർത്തയുമായിട്ടുള്ള, അത് കോടീശ്വരന്മാരുമായിട്ട് മുതലാളിമാരായിട്ടുള്ള ചങ്ങാതത്തിലുണ്ടായ പാർട്ടിയല്ല. അപ്പോൾ ആ ഇതിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് അവഗണന വരികയും അദ്ദേഹം ശക്തമായി പ്രതികരിക്കുകയും ചെയ്തപ്പോൾ, ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പാർട്ടിക്ക് പുറത്തായി. അവസാനം അദ്ദേഹത്തെ എല്ലാ തരത്തിലും ഒഴിവാക്കുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസ് അദ്ദേഹത്തെ സ്വതന്ത്രനായി സ്ഥാനാർത്ഥിയാക്കി അവിടുത്തെ ജനങ്ങൾ 28,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. അമ്പലപ്പുഴയിൽ നിന്ന് ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത വലിയ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. അതിൽ വിറളി പൂണ്ട പിണറായി വിജയൻ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? അദ്ദേഹത്തെ എല്ലാ തരത്തിലും നാട്ടിലൊതുക്കാൻ വേണ്ടി ചില കവലച്ചട്ടമ്പിമാരെ ഇറക്കിയിരിക്കുകയാണ്. വടക്കും ഭാഗം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അവിടെയുള്ള ഒരു സ്കൂളിലെ മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ
മണ്ണ് അനധികൃതമായി കടത്തിക്കൊണ്ടുപോയ വിഷയത്തിൽ അദ്ദേഹം ഒരു MLA എന്നുള്ളതിൽ ഇടപെടാൻ വന്നപ്പോൾ ഇദ്ദേഹത്തോട് ഒരു തെരുവ് ഗുണ്ടയെ തെരുവിൽ വെച്ച് നേരിടുന്നതാണ് കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തെ പോലെ മുതിർന്ന ഒരു നേതാവിനോട് സംസാരിക്കേണ്ട ഭാഷയിലല്ല, പിണറായി സ്റ്റൈലാണ് അവർ അദ്ദേഹത്തെ നേരിട്ടത്. അവർക്ക് സത്യസന്ധമായിട്ടും അവിടെ വെച്ച് സുധാകരനോട് സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഏത് വിധേനയും ഡിമിനിഷ് ചെയ്യുക സുധാകരനോട് എന്നുള്ളതാണ് വന്നതെങ്കിൽ, ആ ഉദ്ദേശത്തിലാണ് വന്നെങ്കിലും സുധാകരൻ്റെ മുന്നിൽ മുട്ടുമടക്കേണ്ട ഗതികേടാണ് അവർക്കുണ്ടായിട്ടുള്ളത്. ഞാൻ വിളിച്ചത് പഞ്ചായത്ത് സെക്രട്ടറിയെയാണ്, അല്ല നിങ്ങളെയല്ല. എനിക്ക് പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചു വരുത്താനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിൻ്റെ പുറത്താണ് ഞാൻ വിളിച്ചു വരുത്തിയത്. അല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ നിങ്ങളോടൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് വളരെ കൃത്യമായി കാര്യങ്ങൾ കൃത്യമായി പറയുകയും അതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാ സൗഭാഗ്യങ്ങളും ഒക്കെ കിട്ടിയ ശേഷം അല്ലേ പോയത് എന്ന് അപഹസിക്കാൻ തുടങ്ങി. പാർട്ടിയിൽ നിന്ന് ഇത്തരത്തിലുള്ള നല്ലവരായ ആളുകൾ പോകുമ്പോൾ പാർട്ടി അപജയത്തിൻ്റെയും ജീർണതയുടെയും വക്കിൽ പിണറായി വിജയൻ എത്തിച്ചതിൻ്റെ ദുരന്തഫലമാണ് ഇവരെല്ലാം പോകുന്നതെന്ന് മനസ്സിലാക്കാതെ പിണറായി വിജയൻ ഓശാന പാടുകയാണ് അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റും അതേപോലെ കൗൺസിലർമാർ, CPM കൗൺസിലർമാർ. ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ജാഥ നയിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊരു ആഭാസത്തരമാണ് ഇവർ കാണിക്കുന്നത്. ഈ പാർട്ടി എന്തുകൊണ്ടാണ് തകരുന്നത് എന്ന് ഇതുവരെ ആരും ചോദിക്കാനും പറയാനും ഇല്ല, നിയന്ത്രിക്കാനും ആളില്ല ഇപ്പോൾ പാർട്ടിയിൽ. അത് തന്നെയാണ് സാറേ. കാരണം ആ പാർട്ടിക്ക് ബാധിച്ചിരിക്കുന്ന ജീർണത കണ്ടെത്തി അത് ചികിത്സിച്ച് മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പ് ഇപ്പോഴും അവർ നടത്തുന്നില്ല. ഇപ്പോഴും പാർട്ടിക്ക് വൈരാഗ്യമുള്ള ആളുകളുടെ ശത്രുതാ മനോഭാവത്തോടു കൂടി തന്നെ പെരുമാറുന്നു. അമ്പലപ്പുഴയിൽ G. സുധാകരൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്, ആ രീതിയിലാണ് ഇടപെട്ടത്, വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങൾ എന്നെ ജയിപ്പിച്ചതാണെന്ന് പറയുമ്പോൾ ആ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന ആൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്രയല്ലേ ഭൂരിപക്ഷമുള്ളൂ, കുഞ്ഞാലിക്കുട്ടിക്ക് 1.25 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്, അപ്പോൾ ഭൂരിപക്ഷത്തെക്കുറിച്ച് പറയേണ്ടെന്ന് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് ഒരു ജനപ്രതിനിധിയോട് സംസാരിക്കേണ്ട ഒരു മാന്യതയും അവിടെ പാലിക്കപ്പെടുന്നില്ല എന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ല, പിണറായി വിജയൻ ചെറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലപ്പുറത്തേക്കൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ പാർട്ടിയിൽ നിന്ന് പാർട്ടി നേതാക്കന്മാരുടെ മാനസികാവസ്ഥ തീർത്തും വല്ലാത്ത സ്ഥിതിയിലാണ്. ഏത് സമയത്തും ഇത്തരം ആളുകൾ സംസാരിക്കുന്നത് പോലും സൂക്ഷിച്ച് വേണം. കാരണം അവർ പൊട്ടിത്തെറിക്കുക മാത്രമല്ല ആക്രമിക്കുകയും ചെയ്യും. കാരണം മാനസികം നില തെറ്റിയിട്ട് അവർക്ക് എന്താ ചെയ്തുവിടാൻ പറ്റാത്തത് എന്നുള്ളതില്ല, എന്തും ചെയ്യാം. അത് G. സുധാകരനെ പോലെ തലമുതിർന്ന നേതാവ് മാത്രമല്ല, ഒരു വൃദ്ധനായ ഒരാൾ, അദ്ദേഹത്തോട് പറയേണ്ട ഭാഷയുണ്ട്. ആ ഭാഷയൊക്കെ വിട്ടുപോയി. ഇത് പബ്ലിക്കായി ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അത്രയും ഒരു ചെളിക്കുണ്ടിലാണ് അവർ ചെന്ന് പതിച്ചിരിക്കുന്നത്. അതായത് തകർച്ചയുടെ ചെളിക്കുണ്ടിലാണ് CPM എത്തിപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ബഹിർസ്ഫുരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയെ കയ്യൂക്ക് കൊണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകളുടെ ബലം കൊണ്ടോ നേരിടാമെന്നുള്ളൊരു ധാർഷ്ട്യവും അഹങ്കാരവും ഇപ്പോൾ CPMൽ കുറച്ച് പേരുടെ ഉള്ളിലെങ്കിലും ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ നേർസാക്ഷ്യമാണ് അവിടെ കണ്ടത്. G. സുധാകരൻ പാർട്ടിയുമായി ഏതെങ്കിലും തരത്തിൽ ഭിന്നതയുണ്ടെങ്കിൽ ആ പാർട്ടിയുമായി ചേർന്ന് പോകാൻ പറ്റില്ല എന്ന് കണക്കാക്കി അദ്ദേഹം അതിൽ നിന്ന് വിട്ടുപോയ ആളാണ്. അതിന് പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരാളെ പോലും പാർട്ടിക്കാരെ കുറ്റം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് നേരെ വന്ന ആളുകളെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. പാർട്ടിയിലെ ചില പുത്തൻ കൂറ്റുകാരുടെ നയങ്ങളോട് ചേർന്ന് പോകാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഞാൻ പാർട്ടി വിടുന്നു എന്ന് പറഞ്ഞത്. പാർട്ടിയുടെ അംഗത്വം പുതുക്കിയില്ല, മെമ്പർഷിപ്പ് പുതുക്കിയില്ല. പക്ഷേ ഇവിടെ ഇവർ ചെയ്യുന്നതാവട്ടെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ തന്നെയാണ്. കാരണം ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയോട് എങ്ങനെയാണ് ആ മണ്ഡലത്തിലെ ആളുകൾ പെരുമാറേണ്ടത്? ജനപ്രതിനിധി തൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്കല്ല അവിടെ വന്നത്. അവിടെ ഒരു സ്കൂളിൽ, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലൊരു സ്കൂളിൽ നിന്ന് അനധികൃതമായ മണൽ കടത്തുന്നു, മണ്ണ് മാറ്റുന്നു എന്ന് സ്കൂൾ അധികൃതർ പരാതിപ്പെട്ടിട്ടാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നത്. അദ്ദേഹം ഔദ്യോഗികമായി പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചു വരുത്തുന്നു. അവിടെ അവർ രണ്ടുപേരും MLAയും പഞ്ചായത്ത് സെക്രട്ടറിയും തമ്മിൽ സംസാരിക്കുന്നിടത്ത് മറ്റുള്ള ആളുകൾക്ക് എന്താണ് കാര്യം? ഇനി അവരും ജനപ്രതിനിധികളാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വേണ്ടി സംസാരിക്കണം. അപ്പോൾ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും ഞങ്ങൾ ഒരു കാരണവശാൽ പുറകോട്ട് പോകില്ല. കയ്യൂക്കിൻ്റെയും അടിച്ചൊതുക്കലിൻ്റെയും കാലത്ത് തന്നെയാണ് ഇപ്പോഴും CPMൽ ഒരു പറ്റ ആളുകളെങ്കിലും ജീവിക്കുന്നത് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിൽ പാർട്ടി തകർന്ന് തരിപ്പണമായി നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ്. 102 MLAമാരോടുകൂടി UDF അധികാരത്തിലെത്തിയിരിക്കുന്നത്. മൊത്തം 35 MLAമാർ മാത്രമാണ് നിയമസഭയിലുള്ളത്. പിണറായി വിജയൻ അല്ലാതെ വേറെ ആർക്കും തന്നെ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം വിവരമില്ല.
ഒരു വി ഡി സതീഷിനെ പോലെ പരിണതപ്രജ്ഞനായ നേതാവാണ് അപ്പുറത്തുള്ളത്. മാത്രമല്ല എന്തിനും തയ്യാറുള്ള ചുറുചുറുക്കുള്ള കഴിവുള്ള ആളുകളാണ് യു ഡി എഫിൻ്റെ ഭാഗത്ത് മന്ത്രിമാരായിട്ടും അതേപോലെ കൂടെ MLA മാരുമായിട്ടുള്ളത്. അവരുമായിട്ടൊരു കൃത്യമായി സംസാരിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നിയമസഭയിൽ ഇടതുപക്ഷത്തിന് ആളില്ലാത്തൊരു സന്ദർഭത്തിൽ നാട്ടിൽ എവിടെയെങ്കിലും പാർട്ടി അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ടിയെയും ജനങ്ങളിൽ നിന്ന് അകറ്റണം, എന്നിട്ട് കുഴിച്ചു മൂടണം. ആ കുഴിച്ചു മൂടണം എന്നുള്ള അവസ്ഥയിലേക്ക് പാർട്ടി സ്വയം എടുത്തെറിയപ്പെടുന്നതാണ്, അതിൻ്റെ കാഴ്ചയാണ് ഈ അമ്പലപ്പുഴയിൽ നേരിട്ട് കണ്ടിട്ടുള്ളത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബംഗാളിലും ത്രിപുരയിലുമൊക്കെ അതേപോലെ തന്നെ ധാർഷ്ട്യവും അഹങ്കാരവുമാണ് ആ പാർട്ടിയെ ഇല്ലാതാക്കിയെങ്കിൽ ഇതേപോലെ കേരളത്തിൽ ആ പാർട്ടിയെ ഇപ്പോൾ അധികാരത്തിൽ തൂത്തെറിഞ്ഞ ജനങ്ങൾ ഇനി അതിനെ ചവറ്റുകൊട്ടയിലേക്ക്, അതായത് ഇനി ബാക്കി അവശേഷിക്കുന്ന വിഴുപ്പ് ഭാണ്ഡങ്ങളെ മുഴുവൻ ചവറ്റുകൊട്ടയിലേക്ക് എറിയേണ്ട ഒരു ഗതികേടിലേക്കാണ് ഈ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് തെളിയിക്കുകയാണ് ജി സുധാകരനുമായിട്ടുള്ള അവിടെ നടന്നുള്ള സംഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഒരു കാര്യം തീർത്ത് പറയാം, അഹങ്കാരവും അതേപോലെ ധിക്കാരവും വെച്ച് പുലർത്തുന്ന ആ സമീപനത്തെ ജനങ്ങൾ അംഗീകരിക്കില്ല. അതാണ് തോൽവി ഉണ്ടായത്. ഇനി ആ പാർട്ടിയെ പൂർണ്ണമായി കുഴിച്ചുമൂടാൻ പോകുന്നത് ഈ ബാക്കി അവശേഷിച്ച് വെക്കുന്ന ഈ അഹങ്കാരവും ഇതേപോലെയുള്ള ധിക്കാരവും അവർ പുറത്ത് പ്രകടിപ്പിക്കുമ്പോൾ ഇത് നേരിട്ട് കണ്ടുള്ള ജനം അവരെ അതേപടി കുഴിച്ചുമൂടും എന്നുള്ള സംശയമില്ല. ഈ പാർട്ടിയും അതേപോലെ ഈ ഭരണത്തോടുകൂടി ഈ 5 വർഷം കൊണ്ട് സമ്പൂർണ്ണമായി നാശത്തിലേക്ക് പോകും എന്നുള്ളത് നമുക്ക് വിലയിരുത്താം.